ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KS ജോഗ്രഫിയിൽ എർത്തിലെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇൻസൊലേഷൻ എന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇൻസുലേഷൻ അല്ല, ഇൻസൊലേഷൻ. ഓക്കെ, സോ ഇൻസൊലേഷൻ എന്ന വാക്കിന്റെ ഒരു എക്സ്പാൻഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദി ഇൻകമിങ് സോളാർ റേഡിയേഷൻ. ഓക്കെ, സോ ഈ ഇൻകമിങ് സോളാർ റേഡിയേഷനെ ചുരുക്കി നമ്മൾ പറയുന്നതാണ് ഇൻസൊലേഷൻ, ഇൻകമിങ് സോളാർ radiation. And the amount of insolation received by Earth as a system is constant, but the distribution is different. ഈ ഒരു പോയിന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്തിനെ ഒരു ടോട്ടൽ സിസ്റ്റമായി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ടോട്ടൽ സിസ്റ്റത്തിലേക്ക് വരുന്ന ഇൻസൊലേഷന്റെ എമൗണ്ട് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഇപ്പോൾ 100 യൂണിറ്റ്സ് ഓഫ് ഇൻസൊലേഷൻ ആണ് എർത്തിലേക്ക് വരുന്നെങ്കിൽ നെക്സ്റ്റ് ഇയറിലും ഈ 100 യൂണിറ്റ്സ് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ബട്ട് എന്താണ് പറയുന്നത്, ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിഫറെന്റ്. ഓക്കെ, സോ ഈ ഇൻകമിങ് സോളാർ റേഡിയേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെന്റ് ആണ്. എന്താണ് ഡിഫറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എർത്തിലേക്ക് വരുന്ന ഇൻകമിങ് സോളാർ റേഡിയേഷൻ ഇക്വേറ്റർ റീജിയണിൽ വരുന്നതായിരിക്കില്ല പോളാർ റീജിയണിൽ വരുന്നുണ്ടാവുക. ഇക്വേറ്റർ റീജിയണിൽ നമുക്കറിയാം കമ്പാരിറ്റീവ്ലി ഇൻസുലേഷൻ കൂടുതലായിരിക്കും, പോളാർ റീജിയണിൽ ഇൻസുലേഷൻ കുറവായിരിക്കും. സോ ഇത്തരത്തിൽ എർത്ത് ആസ് എ ഹോൾ കിട്ടുന്നത് സെയിം ആയിരിക്കും, ബട്ട് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡിഫറെന്റ്. സോ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻസുലേഷൻ? ഈ ഇൻസുലേഷൻ ഡിസ്ട്രിബ്യൂഷനെയും ഒക്കെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ? സോ ബേസിക്കലി വി വിൽ ഡിസ്കസ് അബൌട്ട് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ആ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് പറയുന്നൊപ്പം തന്നെ വി വിൽ ഡിസ്കസ് അബൌട്ട് ദി സീസണൽ സൈക്കിൾ, അതായത് എർത്തിലെ പല സീസൺ അതുമായി ബന്ധപ്പെട്ട സൈക്കിളിലെ കുറച്ച് കാര്യങ്ങൾ. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻസുലേഷൻ. ടു ബിഗിൻ വിത്ത് വി ഹാവ് ദി ആംഗിൾ ഓഫ് സൺറൈസ്. ഓക്കെ, ആംഗിൾ ഓഫ് സൺറൈസ്. സോ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സണ്ണിന് ഒരു പോയിന്റ് സോഴ്സ് ആയിട്ട് എടുക്കുകയാണ്. സപ്പോസ് ദിസ് ഈസ് സൺ, ദിസ് പോയിന്റ് സോഴ്സ് ഈസ് സൺ, ദിസ് ഈസ് ദി എർത്ത്. ഓക്കെ, സോ സണ്ണിൽ നിന്ന് റേസ് എന്ത് ചെയ്യുന്നു, എർത്തിലേക്ക് എത്തുന്നു. സോ വി നോ ദാറ്റ് ദ റേസ് ട്രാവൽ ഫ്രം സൺ ടു എർത്ത്. സോ ആ സെൻട്രൽ ലൈൻ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈൻ, ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ഇക്വേറ്റർ. 2 and 3 ഈസ് മൂവിങ് ടുവേർഡ്സ് ദ പോൾസ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. അതായത് 1 എന്ന് പറഞ്ഞൊരു ലൈൻ ഈസ് ഷോർട്ടർ ദാൻ 2 and 3, ഓർ വി ക്യാൻ സേ ദാറ്റ് sun rays need to travel more distance when they are traveling towards the poles than the equator. ഇക്വേറ്ററിനേക്കാളും കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് പോൾസിലേക്ക് സൺലൈറ്റ് എത്തുന്നത്. അതിനർത്ഥം പോൾസിലേക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ സൺലൈറ്റ്, അവിടെ എത്തുന്ന സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയുവാൻ സാധ്യതയുണ്ട്, കാരണം സ്കാറ്ററിംഗ് പോലുള്ള പ്രോസസ് കാരണം. സോ അൾട്ടിമേറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് ആസ് വി ആർ മൂവിങ് ഫ്രം ഇക്വേറ്റർ ടു പോൾസ് there is a fall in insolation. ഇൻസുലേഷൻ കുറയുന്ന ഒരു സംഭവം. കാരണം എന്താണ്, സൺറൈസിന് കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു. സോ ദാറ്റ് ഈസ് ദി ആംഗിൾ ഓഫ് സൺറൈസ്. രണ്ടാമത് പറയുന്നത് സീസണൽ സൈക്കിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. സോ സീസണൽ സൈക്കിൾ, അതിനെപ്പറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ ഫിഗറിൽ എർത്തിന്റെ 4 പൊസിഷൻസ് കാണിച്ചിരിക്കുന്നു. സോ വി നോ ദാറ്റ് എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ അറ്റ് എ പെർട്ടിക്കുലർ ഓർബിറ്റ്. അപ്പോൾ ആ റിവോൾവിംഗ് അല്ലെങ്കിൽ ആ റെവല്യൂഷനിടയിലുള്ള 4 ഡിഫറെന്റ് പൊസിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ ഈ പൊസിഷൻസിനെ നെയിം ചെയ്യാണ്. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് പൊസിഷൻ 1. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് പൊസിഷൻ 1, ദിസ് ഈസ് പൊസിഷൻ 2, ദിസ് ഈസ് 3 ആൻഡ് ദിസ് ഈസ് 4. 4 പൊസിഷൻസ്. സോ ആ പൊസിഷൻ 1ലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. സോ വെൻ യു ആർ ലുക്കിംഗ് ക്ലോസർ ടു പൊസിഷൻ 1, യു ക്യാൻ സീ ദാറ്റ് ഒരു വയലറ്റ് കളറിലായിട്ട് എർത്തിന്റെ ആക്സിസ് വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആൻഡ് അറൌണ്ട് ഹിയർ, ഇവിടെ ആയിരിക്കും എർത്തിന്റെ ഇക്വേറ്റർ വരുന്നുണ്ടാവുക. സോ ജസ്റ്റ് ആ ഫിഗറിലേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ദി നോർത്തേൺ ഹെമിസ്ഫിയർ, ദിസ് ഈസ് ദി സൗത്തേൺ ഹെമിസ്ഫിയർ. സോ എർത്തിന്റെ ആ ഒരു ഇൻക്ലിനേഷൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് എർത്ത് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 23.5 ഡിഗ്രി. സോ ആ ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഡ്യൂ ടു ദാറ്റ് ഇൻക്ലിനേഷൻ വി ക്യാൻ സേ ദാറ്റ് northern hemisphere is closer to the sun than the southern hemisphere. അല്ലേ? ആ ഒരു ഇൻക്ലിനേഷൻ കാരണം ഇത് എർത്തിന്റെ ആക്സിസ് ആണെങ്കിൽ എർത്ത് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ എർത്തിന്റെ northern hemisphere is closer to the sun than southern hemisphere in position 1.
ഓക്കെ. സിമിലർലി എർത്ത് റിവോൾവ് ചെയ്ത് പൊസിഷൻ 1-ൽ നിന്ന് പൊസിഷൻ 2-ലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. സോ വെൻ എർത്ത് ഹാസ് റീച്ച് പൊസിഷൻ 2, suppose this is the equator, here you have the axis, so you can say that southern hemisphere is closer to sun than the northern hemisphere. Southern hemisphere northern hemisphere-നേക്കാൾ സണ്ണിനോട് ചേർന്ന് കിടക്കുന്നു in position 2. ഓക്കെ. സോ ഈ പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് ഓരോ ഹെമിസ്ഫിയർ, അതായത് എർത്തിന്റെ ഇൻക്ലേഷൻ കാരണം ഹെമിസ്ഫിയേഴ്സ് പ്രോക്സിമിറ്റി ടുവേർഡ്സ് ദ സൺ ഈസ് ചേഞ്ചിങ്. ഓക്കെ. സോ ഇത്രയും ഒരു ഐഡിയ മനസ്സിൽ വയ്ക്കാം. സോ ഹിയർ ഐ എം ഡ്രോയിങ് യെറ്റ് അനദർ ഫിഗർ ഓഫ് എർത്ത്. ഇവിടെ ഞാൻ എർത്തിന്റെ മറ്റൊരു ഫിഗർ വരയ്ക്കുന്നു. ദിസ് ഈസ് ദ ഇക്വേറ്റർ എന്ന് വിചാരിക്കാം. സോ ഐ എം ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ കോൺസെപ്റ്റ് കോൾഡ് ആസ് തെർമൽ ഇക്വേറ്റർ. ഓക്കെ. തെർമൽ ഇക്വേറ്റർ. നമ്മൾ ജോഗ്രഫിക്കൽ ഇക്വേറ്റർ പഠിച്ചിട്ടുണ്ട്. അതായത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ജോഗ്രഫിക്കൽ ഇക്വേറ്റർ. തെർമൽ ഇക്വേറ്റർ ഇറ്റ് മീൻസ്, അതായത് എർത്തില് മാക്സിമം ഇൻസൊലേഷൻ വരുന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇക്വേറ്റർ. എർത്തില് മാക്സിമം ഇൻസൊലേഷൻ വരുന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനെ നമ്മൾ എന്ത് പറയും? തെർമൽ ഇക്വേറ്റർ എന്ന് പറയും. സോ പൊസിഷൻ 1 ഒന്ന് കൺസിഡർ ചെയ്യാം. പൊസിഷൻ 1-ൽ കൺസിഡർ ചെയ്യുമ്പോൾ നതേൺ ഹെമിസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ഇൻസുലേഷൻ വരുന്നത്. കാരണം നതേൺ ഹെമിസ്ഫിയർ ഇസ് ക്ലോസർ ടു സൺ. അതുകൊണ്ട് തന്നെ പൊസിഷൻ 1-ൽ തെർമൽ ഇക്വേറ്റർ നതേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ഇനി പൊസിഷൻ 2-ലേക്ക് നോക്കുക. സതേൺ ഹെമിസ്ഫിയർ ആണ് സണ്ണിനോട് ചേർന്ന് കിടക്കുന്നത്. അതായത് മാക്സിമം ഇൻസുലേഷൻ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സതേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ദാറ്റ് മീൻസ് തെർമൽ ഇക്വേറ്റർ ഈസ് ഓൺ ദി സതേൺ ഹെമിസ്ഫിയർ ഇൻ പൊസിഷൻ 2. ഓക്കെ. സോ എർത്ത് പൊസിഷൻ 1-ൽ നിന്ന് റിവോൾവ് ചെയ്ത് പൊസിഷൻ 2-ലേക്ക് എത്തുമ്പോൾ ദ തെർമൽ ഇക്വേറ്റർ ഈസ് ട്രാവലിംഗ് ഫ്രം നതേൺ ഹെമിസ്ഫിയർ ടു സതേൺ ഹെമിസ്ഫിയർ. സിമിലർലി എർത്ത് പൊസിഷൻ 2-ൽ നിന്ന് റിവോൾവ് ചെയ്ത് പൊസിഷൻ 1-ലേക്ക് എത്തുമ്പോൾ തെർമൽ ഇക്വേറ്റർ ഈസ് മൂവിംഗ് ഫ്രം സതേൺ ഹെമിസ്ഫിയർ ടു നതേൺ ഹെമിസ്ഫിയർ, തിരിച്ചു മൂവ് ചെയ്യുന്നു. സോ മനസ്സിലാക്കേണ്ട കാര്യം, എർത്തിന്റെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ചെയ്യുമ്പോൾ this thermal equator is oscillating from northern hemisphere to southern hemisphere and it is going back. ആ ഒരു റിട്ടേൺ നടക്കുന്നു. ഓക്കെ. സോ വി ക്യാൻ സേ, ലുക്ക് ടു ദ റൈറ്റ് ടോപ്പ് കോർണർ ഓഫ് ദി സ്ക്രീൻ. ഈ ഒരു മൂവ്മെന്റ് ഈ തെർമൽ ഇക്വേറ്ററിന്റെ കേസിൽ എർത്തിന്റെ റെവല്യൂഷൻ നടക്കുമ്പോൾ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്രം നോർത്തേൺ ഹെമിസ്ഫിയർ ടു സദേൺ ഹെമിസ്ഫിയർ. സോ if I mark the northernmost point up to which this thermal equator moves, ഓക്കെ, തെർമൽ ഇക്വേറ്റർ നോർത്തേൺ ഹെമിസ്ഫിയർ സദേൺ ഹെമിസ്ഫിയർ തമ്മിൽ ഓസിലേറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ അത് നോർത്ത് പോൾ വരെ പോകുന്നില്ല. ഒരു പെർട്ടിക്കുലർ ലാറ്റ്യൂഡ് വരെ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ ടോപ്പിൽ അവർ പോകുന്നുള്ളൂ. അതേപോലെ ഒരു പെർട്ടിക്കുലർ ലാറ്റ്യൂഡ് വരെ സദേൺ ഹെമിസ്ഫിയറിന്റെ ബോട്ടത്തിലും പോകുന്നുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ദ മാക്സിമം നോർത്തേൺമോസ്റ്റ് പോയിന്റ് അപ് ടു വിച്ച് ദ തെർമൽ ഇക്വേറ്റർ മൂവ്സ് ഈസ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതായത് തെർമൽ ഇക്വേറ്റർ, അതായത് എർത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസുലേഷൻ കിട്ടുന്ന പോയിന്റ്, അത് ഏറ്റവും കൂടുതൽ നോർത്തേൺമോസ്റ്റ് പോയിന്റിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയാണ്. ദാറ്റ് ഈസ് 23.5 ഡിഗ്രി. സിമിലർലി അത് പോകുന്ന തെർമൽ ഇക്വേറ്റർ പോകുന്ന ഏറ്റവും സതേൺമോസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, 23.5 ഡിഗ്രി ഓർ 23.5 ഡിഗ്രി സൗത്ത്. സോ അതാണ് ആ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ സിഗ്നിഫിക്കൻസ്. ദാറ്റ് ഈസ് ദ തെർമൽ ഇക്വേറ്റർ, അല്ലെങ്കിൽ മാക്സിമം ഇൻസുലേഷൻ കളിക്കുന്നത് ആ രണ്ട് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിലാണ്. ആ 23.5 ഡിഗ്രി വരെ വരാൻ കാരണം എർത്തിന്റെ ഇൻക്ലിനേഷൻ 23.5 ഡിഗ്രി ആയതുകൊണ്ടാണ്. സോ അതാണ് സംഭവം. സോ ജൂൺ 21 എന്നൊരു ഡേറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, കൺസിഡർ ജൂൺ 21. ഓക്കെ, വെൻ യു ആർ കൺസിഡറിങ് ജൂൺ 21, on that particular date, suppose നമ്മളുടെ thermal equator is coinciding with the tropic of Cancer. June 21 thermal equator is coinciding with the tropic of Cancer. So അങ്ങനെയാണെങ്കിൽ that will be the lengthiest day in northern hemisphere. Okay, lengthiest day in northern hemisphere. ആലോചിക്കുക, ലെങ്തിയസ്റ്റ് ഡേ ഇൻ നതേൺ ഹെമിസ്ഫിയർ എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഷോർട്ടസ്റ്റ് നൈറ്റ് ഇൻ നതേൺ ഹെമിസ്ഫിയർ ആണ്. ഓർ ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ സതേൺ ഹെമിസ്ഫിയർ. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ദ ഷോർട്ടസ്റ്റ് ഡേ ഇൻ സതേൺ ഹെമിസ്ഫിയർ ആൻഡ് ലെങ്തിയസ്റ്റ് നൈറ്റ് ഇൻ സതേൺ ഹെമിസ്ഫിയർ. സോ
പൊതുവെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ നദേൺ ഹെമിസ്ഫിയറിനെ ബേസ് ആക്കിയിട്ടാണ് പറയുക. കാരണം എന്താണ്, കൂടുതൽ പോപ്പുലേഷൻ ഒക്കെ നദേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് നമ്മളിപ്പോൾ നിങ്ങളൊരു ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് സമ്മർ ഓൺ എർത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സമ്മർ ഓൺ നദേൺ ഹെമിസ്ഫിയർ എന്നർത്ഥം. So ഇവിടെ June 21, the thermal equator is coinciding with the Tropic of Cancer, or thermal equator is in its northernmost point, that is the lengthiest day in northern hemisphere. ആ ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റിസ്. സിമിലർലി അപ്പോൾ എർത്ത് റിവോൾവ് ചെയ്ത് പൊസിഷൻ 2 എത്തുമ്പോൾ the date is December 22nd. On that day the thermal equator is coinciding with the Tropic of Capricorn. It is going to be the shortest day in northern hemisphere. Okay, it is going to be the shortest day in northern hemisphere. Shortest day എന്ന് പറയുമ്പോൾ lengthiest night. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് വിന്റർ സോൾസ്റ്റിസ്. ഓക്കെ, സോ ശ്രദ്ധിക്കാം, സമ്മർ സോൾസ്റ്റിസ് ആയ ജൂൺ 21 നിന്ന് വിന്റർ സോൾസ്റ്റിസ് ആയ ഡിസംബർ 22 എർത്ത് റിവോൾവ് ചെയ്യുമ്പോൾ തെർമൽ ഇക്വേറ്റർ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ഇറങ്ങി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് എത്തുന്നു. സിമിലർലി ഡിസംബർ 22 നിന്ന് വീണ്ടും റിവോൾവ് ചെയ്ത് ജൂൺ 21 എത്തുമ്പോൾ തെർമൽ ഇക്വേറ്റർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നു. സോ സപ്പോസ് ഈ ഒരു മൂവ്മെന്റ് നടക്കുകയാണെന്ന് വിചാരിക്കാം. സോ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആവുമ്പോൾ ഈ തെർമൽ ഇക്വേറ്റർ താഴേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്, എത്തി on a particular day it will be coinciding with the geographical equator. That date is on September 23rd. That is the thermal equator coinciding with the geographical equator. On that day we call it as equinox. Okay, on that day length of day will be equal to length of night. ആ ദിവസം day length ഉം night length ഉം സെയിം ആയിരിക്കും. ഓക്കെ, വീണ്ടും ഡിസംബർ 22 നിന്ന് ജൂൺ 21 പോകുന്നു. അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് തിരിച്ച് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നു. അന്ന് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 21 വീണ്ടും ഇറ്റ് കോയിൻസൈഡ് വിത്ത് ദി ജോഗ്രഫിക്കൽ ഇക്വേറ്റർ. അന്നും the length of the day will be equal to length of the night. അത് മറ്റൊരു ഇക്വിനോക്സ്. സോ ഇതാണ് സീസണൽ സൈക്കിളിലെ സമ്മർ സോൾസ്റ്റിസ്, വിന്റർ സോൾസ്റ്റിസ് ആൻഡ് ഇക്വിനോക്സ്. Summer solstice, thermal equator coinciding with the Tropic of Cancer or the northernmost point, lengthiest day in northern hemisphere, June 21st. Winter solstice, thermal equator coinciding with the Tropic of Capricorn or thermal equator is the southernmost point, December 22nd, shortest day in northern hemisphere. Equinox, we have 23rd September and March 21st, thermal equator coinciding with the geographical equator, the length of day equal to length of night. So this is the basic principle or basic things regarding the seasonal cycles. Okay, so we'll just go through the notes of this region. Okay, summer solstice, winter solstice, just on the slides ulla karyangal parayam. Like on June 21, the northern hemisphere is tilted towards the sun and the rays of the sun fall directly over Tropic of Cancer. As a result, these areas receives more heat. Okay, since a large portion of the northern hemisphere is getting light from the sun, it is somewhere in the regions of north of the equator. നമ്മൾ പറഞ്ഞ പോലെ northern hemisphere കൂടുതൽ ലൈറ്റ് വരുന്നു, that means it is summer over there. And the longest day and the shortest night all across the northern hemisphere occur on June 21st. At this time in the southern hemisphere all these conditions are reversed. So ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം. അതായത് എന്താണോ നദേൺ ഹെമിസ്ഫിയറിൽ സംഭവിക്കുന്നത് അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് സദേൺ ഹെമിസ്ഫിയറിൽ സംഭവിക്കുന്നത്. വിന്റർ സോൾസ്റ്റിസ് ആണ് നദേൺ ഹെമിസ്ഫിയർ, അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് ഡേ ആണ് നദേൺ ഹെമിസ്ഫിയർ എങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ലെങ്തിയസ്റ്റ് നൈറ്റ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. ആ ഒരു വൈസ് വേഴ്സ ആയിട്ടാണ് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് ഓർത്ത് വെക്കുക. ദിസ് പൊസിഷൻ ഓഫ് എർത്ത് ഈസ് കോൾഡ് സമ്മർ സോൾസ്റ്റിസ്. ആൻഡ് സോ ഫോർ സദേൺ ഹെമിസ്ഫിയർ 21st June ഇസ് വിന്റർ സോൾസ്റ്റിസ്. അതായത് നദേൺ ഹെമിസ്ഫിയർ ആണ് സമ്മർ സോൾസ്റ്റിസ്, സദേൺ ഹെമിസ്ഫിയർ അത് വിന്റർ സോൾസ്റ്റിസ് ആണ്. During summer solstice, the whole of Arctic region falls within the zone of illumination all day long. ആ ഒരു പോയിന്റിനെ പറ്റി ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ. Winter solstice on 22nd December, Tropic of Capricorn receives direct rays from the sun. The longest night and the shortest day all across the northern hemisphere occur on 22nd December. It is summer in southern hemisphere with longer days and shorter nights. Okay, listen, longer days and shorter nights.
The reverse happens in the case of northern hemisphere, and exact opposite ആണ് northern hemisphere സംഭവിക്കുന്നത്. This position is called as the winter solstice. And regarding equinox, on 21st March and September 23rd, the direct rays of sun fall over the equator, or we can say the thermal equator is coincident with the geographical equator. At this position, neither of the poles are tilted towards the sun, so the whole earth experiences equal days and equal nights. This is called as the equinox. Okay, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് it is regarding the ഇൻസൊലേഷൻ. ഓക്കെ, ഇൻസൊലേഷൻ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ ഇൻസൊലേഷൻ നമ്മൾ 3 ഫാക്ടേഴ്സ് പറഞ്ഞത്, ആംഗിൾ ഓഫ് സൺറൈസ് പറഞ്ഞു, സീസണൽ സൈക്കിൾ പറഞ്ഞു, മൂന്നാമത് കിടക്കുന്നതാണ് അറ്റ്മോസ്ഫിയർ. സോ അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് വി ഹാവ് 2 പോയിന്റ്സ്, ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയർ റിഫ്ലക്ഷൻ ആൻഡ് ക്ലൗഡ് കവർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ക്ലൗഡ് കവറും ഈ ഇൻസുലേഷൻ തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഇസ് വൺ റീജിയൻ വിത്ത് ക്ലൗഡ്, ദിസ് റീജിയൻ സെക്കൻഡ് റീജിയൻ ദർ ഇസ് നോ ക്ലൗഡ്. അങ്ങനെയാണെങ്കിൽ സൺറൈസ് വീഴുമ്പോൾ ഈ ക്ലൗഡിൽ തട്ടി കുറച്ച് സൺറൈസ് എന്ത് ചെയ്യും? ഇറ്റ് ഗെറ്റ് ഡയറക്ട്ലി റിഫ്ലക്റ്റഡ് ബാക്ക്. ഓൺലി റിമൈനിങ് വിൽ റീച്ച് ദി സർഫസ്. On the other hand, if there is no cloud cover, sunrays will directly reach the surface. That means that cloud cover illathapol we will be getting good insolation. Cloud cover ullappol insolation കുറവായിരിക്കും. ഇത്തരത്തിൽ അറ്റ്മോസ്ഫിയറിൽ വേറെ എന്തുണ്ടെങ്കിലും ഈ അബ്സോർബ് ചെയ്യുന്ന റിഫ്ലക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസൊലേഷൻ അനുസരിച്ച് വേരി ചെയ്യും. So these are the 3 points, like the factors affecting insolation, the angle of sunrise, seasonal cycle and cloud cover. ഇനി ഒരു പോയിന്റും കൂടി പറഞ്ഞാലേ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ലൈക്ക് we need to talk about the polar region. Okay, so നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതായത് പോൾസിൽ ഓൾമോസ്റ്റ് 6 മാസത്തോളം ഡേ ടൈം ആണ്, 6 മാസത്തോളം വെളിച്ചമുണ്ടാവും, കണ്ടിന്യൂസ് 6 മാസത്തോളം കണ്ടിന്യൂസ് ഇരുട്ടായിരിക്കും. എന്തുകൊണ്ടാണ് അത് അങ്ങനെയെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച ഈ സീസണൽ സൈക്കിളിലെ സെയിം ഫിഗറാണ് എടുത്തിരിക്കുന്നത്. സോ ആ ഫിഗറിൽ നമ്മൾ നേരത്തെ ഇതുപോലെ പൊസിഷൻസ് കൊടുക്കുകയാണ്. ദിസ് ഈസ് പൊസിഷൻ 1, ദിസ് ഈസ് 2, 3 and 4. സോ പൊസിഷൻ 1ൽ നോക്കുക, ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന റീജിയൻ, ദാറ്റ് ഇസ് ദി സോൺ ഓഫ് ഇല്ലുമിനേഷൻ. അതായത് സൺലൈറ്റ് വീഴുന്ന ഭാഗമാണ് ഈ ലൈറ്റ് ബ്ലൂ കളർ. ഡാർക്ക് ബ്ലൂ കളർ മീൻസ് ഷാഡോ റീജിയൻ ഓർ സൺലൈറ്റ് വീഴാത്ത ഭാഗമാണ് ഡാർക്ക് ബ്ലൂ കളർ. സോ ബേസിക്കലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ നോട്ട് ഡൗൺ ദാറ്റ് ഓൺ പൊസിഷൻ 1 the entire northern hemisphere is in the zone of illumination. അല്ലെ, പൊസിഷൻ 1ൽ entire northern hemisphere സോൺ ഓഫ് ഇലിമിനേഷൻ ആണ്. കാരണം എന്താ? എർത്തിന്റെ ഇൻക്ലിനേഷൻ കാരണം. പൊസിഷൻ 2 എത്തുമ്പോഴേക്കും ആ എൻറ്റയർ നദർ ഹെമിസ്ഫിയർ ഷാഡോ റീജിയനിലേക്ക് പോവുകയും സൗത്ത് പോൾ എന്ന് പറയുന്ന ഭാഗം സോൺ ഓഫ് ഇലിമിനേഷനിലേക്ക് വരികയും ചെയ്യുന്നു. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജൂൺ 21 തൊട്ട് ഡിസംബർ 22 ടൈം പീരീഡ് വരെ ഈ നോർത്ത് പോളിൽ ലൈറ്റ് ഉണ്ടാവും. അതായത് ഡേ ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈം എന്നൊരു ഡിഫറൻസ് അവിടെ വരാനില്ല. കാരണം എർത്തിന്റെ ആക്സിസ് അങ്ങനെയാണ്, സണ്ണിനോട് ടിൽറ്റഡ് ആണ്. സോ ആ ആക്സിൽ കിടന്ന് റിവോൾവ് ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് ഈസ് ഓൾവേസ് എക്സ്പോസ് ടു സൺലൈറ്റ്. ബട്ട് അത് കുറഞ്ഞു വരും. ഡിസംബർ 22 ആകുമ്പോഴേക്കും അവിടെ കംപ്ലീറ്റ്ലി ഇരുട്ടായിട്ട് സദേൺ ഹെമിസ്ഫിയർ എക്സ്പോസ്ഡ് ആയി തുടങ്ങും. സോ ഇതാണ് സോൺ ഓഫ് ഇലിമിനേഷൻ, ഓർ ദിസ് ഇസ് ദ റീസൺ വൈ വി ആർ ഹാവിംഗ് 6 months light in polar region or 6 months night in polar region. So that's all for the video. Thank you.